ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്കും ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചതുമാണ് മഴ ശക്തമാകാൻ കാരണം. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അസം സ്വദേശി ദിലീപ് വിശ്വാസിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിങ്കളാഴ്ച 4 മണിയോടെ കൊടകര പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. മെയ് 23-നായിരുന്നു ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. 5 ലക്ഷം രൂപയുടെ വസ്തുവകകളാണ് അന്ന് മോഷണം പോയത്. ഇരിങ്ങാലക്കുടയിലെ ഡാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ചാലക്കുടി മാർക്കറ്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞഴിയുന്നു. പച്ചക്കറി മാലിന്യങ്ങളാണ് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. പുഴുവരിക്കുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. പച്ചക്കറി മാലിന്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ അലക്ഷ്യമായി നിക്ഷേപിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത്. നവീകരണം നടത്തി സ്ഥാപിച്ച ഗാന്ധി പ്രതിമയോട് അനാദരവ്. പ്രതിമയിൽ ചാർത്തിയ പൂമാല കരിഞ്ഞുണങ്ങിയിട്ടും നീക്കം ചെയ്യുന്നില്ല. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയിൽ ചാർത്തിയ മാലയാണ് കരിഞ്ഞുണങ്ങി അപഹാസ്യ നിലയിൽ കിടക്കുന്നത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലയിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളിൽ കൊടുങ്ങല്ലൂർ ബ്ലോക്കിൽ എടവലങ്ങ യൂണിറ്റിൽ പണി തീർത്ത വീടിന്റെ താക്കോൽ മൂഴിക്കുളത്ത് ഷീല സുകുമാരന് കൈമാറി. ഇ ഡി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഷാജിദ ഹാരിഫിന്റെ കവിതാ സമാഹാരം "ഏയ് സഹാനുഭൂതി നമുക്കിടയിൽ ദൂരമില്ല" എന്ന കവിതാ സമാഹാരം പ്രകാശനം അന്നമനടയിൽ നടന്നു. കവി രാവുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവി കുഴൂർ വിൽസൺ കാവ്യ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു ചിറക്കൽ അധ്യക്ഷത വഹിച്ചു. ഹരിതസമേതം വിത്ത് പന്തേറ് പദ്ധതി ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാതല ഉദ്ഘാടനം വേളുക്കര സെന്റ് ജോർജ് UP സ്കൂളിൽ നടത്തി. പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ താക്കോൽക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി അധ്യക്ഷനായി. പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി സംസ്ഥാന തലത്തിൽ ജേതാവായ ചക്കാലക്കൽ CS മുഹമ്മദ് റോഷന്റെ മകൻ CM അനാനെ അഴീക്കോട് നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്ററിൽ ആദരിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പുരസ്കാരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.